ശ്രീമഹാദേവ്യൈ നമ. ഓം. ശ്രീമദ്ദേവി മഹാഭാഗവതം 1-ാം സ്കന്ധം 20-ാം അധ്യായം. ഇതിൽ 74 ശ്ലോകങ്ങളുണ്ട്. 1109 ശ്ലോകം ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി 20-ാമത്തെ അധ്യായം മുതൽ ഭാരത കഥകളെ പറയണു. രാമായണവും ഭാരതവും ഇതിഹാസത്തിലെ കഥകൾ പറയാതെ കണ്ട ഒരു പുരാണവും മുഴുവനാക്കാറില്ല. അവിടെ ഇവിടെയൊക്കെ കാണാതെ ഭാരത കഥ കാണാം, ഇതിഹാസം രണ്ടും കാണാം. രാമായണവും കാണും, ഭാരതവും കാണും. നമുക്ക് കേൾക്കാം. ഋഷികൾ: ഉത്കൃഷ്ടസിദ്ധിയാൽ ദേവേശത്വം ശ്രീ ശുഗനാളവേ വ്യാസൻ പിന്നീട് എന്തു ചെയ്തത് എന്നു ചൊൽക സവിസ്തരം. സൂതൻ: മുമ്പ് വേദം പഠിച്ചങ്ങ് പാർത്ത തൻ ശിഷ്യരൊക്കെയും വ്യാസനോട് ആജ്ഞയും വാങ്ങി പോയാർ മന്നിൽ പലയിടവും. അസിതൻ ദേവലൻ പിന്നെ വൈശമ്പായനും തഥാ സുമന്തുവും ജൈമിനിയും പോയാർ താപസരൊക്കെയും. ഇവിടെ വ്യാസൻ്റെ കഥ പറയാണ്. വ്യാസൻ വേദം നാലാക്കിയിട്ട് ഋഗ്വേദം അത് പൈലന് കൊടുത്തു, യജുർവേദം വൈശമ്പായന് കൊടുത്തു, അഥർവവേദം സുമന്തുവിന് കൊടുത്തു, സാമവേദം ജൈമിനിക്ക് കൊടുത്തു. ഈ പൈലൻ മുഖാന്തരം അത് 5 ശാഖകളായിട്ട് പരന്നു. പിന്നെ അത് ധാരാളം എത്ര ശാഖ ചോദിച്ചാൽ പറയാൻ നിർത്തില്ല. കാലം യുഗം ഒക്കെ കഴിഞ്ഞില്ലേ, ഒരുപാട് വ്യത്യാസം. അതേപോലെ തന്നെ യജുർവേദം വൈശമ്പായനൻ അത് മറ്റൊരു ശാഖയും കൂടി അപ്പം തന്നെ ഉണ്ടായി. യാജ്ഞവൽക്കൻ്റെ കൃഷ്ണ യജുർവേദവും ശുക്ല യജുർവേദവും 2 യജുർവേദങ്ങളുണ്ടായി. അതിനുശേഷം അത് 6 ശാഖകളായിട്ട് പ്രത്യേകമായിട്ടുണ്ടായി. പിന്നെ ഈ സാമവേദം അത് 6 ശാഖകളായിട്ട് പിന്നെ അത് 1000കണക്കിന് ശാഖകളായിട്ട് മാറി. പിന്നെ സുമന്തു 9 ശാഖ ഉണ്ടാക്കി അഥർവവേദം കൊണ്ട്. അത് എത്രയാ ശാഖകൾ ഉണ്ടായെന്ന് ചോദിച്ചാൽ അറിയില്ല. വളരെയധികം പരന്നു. കലിയുഗമൊക്കെ ആയപ്പോഴേക്കും കണ്ടമാനം. ശാഖകളാണോ വ്യക്തികളാണോ ചെയ്യണത് അതറിയില്ല. കുറച്ചൊരു അങ്ങനെയാണ്. അതിൽ രണ്ടുമുണ്ട്. സാത്വിക മന്ത്രവാദമുണ്ട്, ഈ ദുർമന്ത്രവാദമുണ്ട്. അപ്പോൾ അതങ്ങനെ പരന്നു എന്ന് പറയുകയാണ്. അപ്പം ഇങ്ങനെയുള്ള വേദം 4ആക്കി ഈ പുരാണങ്ങളൊക്കെ എഴുതിയിട്ടുള്ള സമയത്താണ് ശ്രീശുക ബ്രഹ്മർഷി പോയ ദുഃഖം ഒക്കെ അനുഭവിക്കുന്നത്. അതേപോലെ തന്നെ ഈ ചിത്രാംഗത മരിച്ചു. അതേപോലെ ഈ വിചിത്രവീര്യനും മരിച്ചു. അങ്ങനെ ഒരു സന്ദർഭത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ഈ കഥ. നമുക്ക് കേൾക്കാം. അന്തരിച്ചു മകൻ ശിഷ്യന്മാരും പോയെന്നു കാണുകയാൽ വ്യാസൻ ശോകം നീറുമുള്ളൊത്തുറച്ചാനാ സ്ഥലം വിടാൻ. വ്യാസൻ സ്മരിച്ച് തന്നേരം ശുഭയാം ദാശപുത്രിയെ ഗംഗാതീരത്തു താൻ വിട്ട ഹേതുവാൽ അമ്മയെയും പേർത്തുമോർത്ത പർവ്വതത്തെ ത്യജിച്ചുടൻ ചെന്നു ചേർന്നാൻ തൻ്റെ ജന്മസ്ഥാനത്ത് ദിവ്യനാം മുനി. പരാശരണ സത്യവതിയിലുണ്ടായ വ്യാസൻ ആ നദിയിൽ, ഗംഗാനദി അവിടെ വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ ചെന്നു. എന്നിട്ട് തൻ്റെ അമ്മയെ കാണാൻ പറ്റുമോ എന്ന് നോക്കി. അപ്പോൾ അമ്മ ശന്തനുവിനാൽ വേലി കഴിച്ച് പോയിരിക്കണോ എന്ന് ദാശരാജാവ് പറഞ്ഞു. എങ്ങാ വരാങ്കി എന്ന് അന്വേഷിച്ചാൻ ദീപിങ്കലം മുനി ചൊന്നാർ. നിഷാദർ ഭൂപനായി കൊടുക്കപ്പെട്ടു കന്യയാൾ. ദാശരാജാവും അവനെ സ്വാഗതം ചെയ്തു സാദരം പൂജിച്ചു സൽക്കരിച്ചേവം ചൊന്നാൻ കൂപ്പുകരത്തൊടും. ദാശരാജാവ്: കൃതാർത്ഥമായി ഇന്നെൻ്റെ ജന്മം പാവിതമായ കുലം. നിന്ദർശനം ലഭിച്ചല്ലോ ദേവന്മാർക്കും സുദുർലഭം. അപ്പോൾ ഈ ദാശരാജാവിന് സത്യവതിയുടെ മകനാണ് ഈ വ്യാസൻ എന്നുള്ളത് അറിയില്ല. അങ്ങനെയാണ് വ്യാസനെ എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ആ കൂട്ടത്തിൽ ദാശരാജാവിനെ അറിയും, അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് സ്വീകരിച്ചത്. എന്തിനിങ്ങോട്ട് എഴുന്നള്ളി എന്നോതുക മുനീശ്വര, നിനക്കധീനം എൻ വിത്തം പുത്രധാരങ്ങളും വിഭോ. അപ്പോൾ തൻ്റെ മകളുടെ മകനാണെന്നുള്ള അറിയില്ല. വളർത്തുമകളാണ്, എന്നാലും അതറിയില്ല. എന്നാലും ഈ സ്വത്തൊക്കെ അങ്ങയുടെയാണ് കേട്ടോ എന്ന് ബ്രാഹ്മണരോട് പറയണ പോലെ തന്നെ ഇവിടെയും പറഞ്ഞു. രമ്യം സരസ്വതീ തീരത്താശ്രമം തീർത്ത അനന്തരം വ്യാസൻ തപോ നിരതനായി വാണാനങ്ങുജിതേന്ദ്രിയൻ. തേജസ്സേരം ശന്തനു ഭിന്ന സത്യവതിയിൽ സുതർ. 2 തൻ സോദരരായി നന്ദി മോദിച്ചു താപസൻ. ശ്രീഹരി. അപ്പോൾ വീണ്ടും
അവിടെ നിന്ന് മടങ്ങി ശമ്യാപ്രാസത്തിലെത്തി കുറേ കാലം തപസ് ചെയ്തു ഈ വ്യാസൻ. ആ സമയത്താണ് അവിടെ ശന്തനുവിൻ്റെ ഭാര്യയായിട്ട് സത്യവതി ചെല്ലണതും പിന്നെ അവിടുത്തെ വിവരങ്ങളെ പറയണതും. ചിത്രാംഗതൻ ശന്തനുവിൻ മൂത്തപുത്രൻ സ്വരൂപവാൻ സർവലക്ഷണ സമ്പന്നൻ തീർന്നാൻ പറ്റലർ കാലനായി. അതായത് ഒരു ചിത്രാംഗതൻ എന്നുള്ളൊരു ഗന്ധർവൻ യുദ്ധത്തിന് വന്നു. രണ്ടുപേരും യുദ്ധം ചെയ്തു. ഈ സത്യവതിയുടെ മകൻ ശന്തനുവിൻ്റെ മകൻ മരിച്ചു. വിചിത്രവീരൻ രണ്ടാമൻ സർവ സദ്ഗുണവാരിധി അവനും ഭൂപതിക്കേറ്റം കൈവളർത്തി മനസ്സുഖം. വീരൻ മഹാബലൻ ഗംഗാപുത്രൻ തൽപ്രഥമാത്മജൻ ഏവമുണ്ടായി സത്യവതി സുതരായി രണ്ടുപേരിവർ. ആ ലക്ഷണം തികഞ്ഞോരം മക്കളെ പാർത്തു ശന്തനു ദേവാദ്യർക്കും അജയ്യൻ താൻ എന്നകക്കാമ്പിൽ നണ്ണിനാൻ. ആദ്യത്തെ ഗംഗാപുത്രനായിട്ടുള്ള ഗാംഗേയനും പിന്നെ സത്യവതി പുത്രമായിട്ടുള്ള രണ്ടുപേരും വളരെ സുഖമായിട്ട് കുറച്ചധികം കാലം അങ്ങനെ വളർന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നെ അബദ്ധ. ഏതാൻ കാലം കഴിഞ്ഞപ്പോൾ കാലക്കേടിൻ്റെ ശക്തിയാൽ ദേഹം വെടിഞ്ഞിത ഭൂപൻ പഴം തുണി കണക്കിനെ. ഗാംഗേയനാം ഭീഷ്മരച്ഛൻ കാലധർമ്മം ഗമിക്കവേ പ്രേതസംസ്കാരാദി ചെയ്താൻ വിധി പോൽ പല ദാനവും വാഴിച്ചു. ചിത്രാംഗതനെ രാജാവായി ഭീഷ്മർ വീര്യവാൻ സ്വയം ഭരിച്ചില്ല രാജ്യമേവം ദേവവ്രതാഖ്യനായി. ചിത്രാംഗതൻ ബലോന്മത്തൻ ശുദ്ധൻ സത്യവതി സുതൻ വീര്യത്താൽ കൂടലർ കുലത്തിന് ദുഃഖം വളർത്തിനാൻ. അന്നൊരിക്കൽ മഹാബാഹു പെരുമ്പടയുമൊത്തുടൻ പോയാർ വനത്തിൽ നായാടാൻ രുരു തൊട്ട മൃഗങ്ങളെ. ചിത്രാംഗതാഖ്യൻ ഒരു ഗന്ധർവനപ്പോം നൃപാലനെ കണ്ടു ഭൂമിക്കടുത്തായി തൻ വിമാനം താഴ്ത്തിനാനുടൻ. തുല്യവീരമെഴും ഭൂപഗന്ധർവന്മാർ പരസ്പരം മൂന്നാണ്ടോളം പോര് ചെയ്താർ കുരുക്ഷേത്രത്തിൽ ഉൽക്കടം. പോരിൽ ഗന്ധർവനാൽ കൊല്ലപ്പെട്ടു വിണ്ണേറിനാൻ നൃപൻ. ആ വാർത്ത കേട്ടുടൻ ഭീഷ്മർ ശേഷക്രിയ നടത്തിനാൻ. ദുഃഖാർത്തനായ ഗാംഗേയൻ സജീവന്മാരും ഒത്തുടൻ വിചിത്രവീരനാം രണ്ടാമനെ വാഴിച്ചു ഭൂപനായി. മന്ത്രിമാരും മഹാന്മാരാം ഗുരുക്കന്മാരും ഒതിയും സ്വപുത്രനെ ഭൂമിപനായി കണ്ടുമാ വരവർണിനി. ആശ്വസിച്ചാൽ സത്യവതി പുത്ര ദുഃഖിതയെങ്കിലും വ്യാസനും ഭ്രാതൃപട്ട അഭിഷേകത്തെ കേട്ടു തുഷ്ടനായി. വിചിത്രവീര്യഭൂപന് പൂർണ്ണ യൗവനമെത്തവേ അനുജൻ തൻ വിവാഹത്തിൻ കാര്യം ചിന്തിച്ചു ഭീഷ്മരും. സ്വയംവരം നിശ്ചയിച്ചിത് അക്കാലം കാശിഭൂമിപൻ ലക്ഷണാന്വിതന്മാരാം തൻ പുത്രിമാർ 3 പേർക്കുമേ. ഇപ്പോൾ അവിടെ കാശിരാജപുത്രി അംബാംബിക അംബാലിക അവരെ അവിടെ സ്വയംവരം നിശ്ചയിച്ചെടുക്കുക. അപ്പോൾ ഭീഷ്മർ അവിടെ ചെന്ന് ഒറ്റയ്ക്ക് മറ്റെല്ലാ രാജാക്കന്മാരെയും തോൽപ്പിച്ച് 3 പേരെയും ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ അമ്പ പറഞ്ഞു, ഞാൻ സാലുവിനെ കാമുകനായിട്ട് കണ്ടിട്ടുണ്ട്, ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്, എന്നാൽ പോയിക്കോളൂ, നേരെ ഗൃഹത്തിലേക്ക് പോയിക്കോളൂ, എന്നിട്ട് സാലുവിനെ സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞു. പക്ഷേ സാലുവിൻ സ്വീകരിച്ചില്ല. ഒരാൾ കൈപിടിച്ച് കൊണ്ടുപോവുക. പിന്നെ ഞാൻ ആ പെണ്ണിനെ സ്വീകരിക്കാൻ പറഞ്ഞാൽ എൻ്റെ മാനം പോയില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ സ്വീകരിച്ചില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് ഭീഷ്മരോട് ആദ്യം പറഞ്ഞു, എന്നെ അങ്ങ് വിലയിക്കണം പറഞ്ഞു. ഞാൻ വിലയിക്കില്ല പറഞ്ഞു. വിചിത്രവീരം വേണിച്ചാൽ വിലയിച്ചോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അത് പറ്റില്ല. അങ്ങനെ വഴക്കായി. ഏതായാലും ശുണ്ഠിയെടുത്ത് തപസ്സിനായിട്ട് പോയി അമ്പ. ആ ജന്മം അങ്ങനെ കഴിഞ്ഞു. പിന്നെ ആദ്യം ജനിച്ചു, ശിഖണ്ഡിനി ആയിട്ട് ജനിച്ചു. കുറച്ചൊരാണും പെണ്ണുമല്ലാത്ത നപുംസകം പോലെയാണെന്നൊക്കെ പറയാറുണ്ട്. ഏതായാലും സ്ത്രീ എന്ന നിലയ്ക്കാണ് വളർന്നത്. തപസ് ചെയ്തു. മഹാദേവൻ്റെ ഒരു അനുഗ്രഹം കൂടി കിട്ടിയ സംശയമുണ്ട്. ഏതായാലും എങ്ങനെയായാലും ഈ ഭീഷ്മരെ കൊല്ലാനുള്ള അനുവാദത്തോടു കൂടിയിട്ടാണ് പിന്നത്തെ ജീവിതം. അത് അങ്ങനെ നടന്നു വരണം. പിന്നെ കുരുക്ഷേത്ര യുദ്ധത്തിൽ വെച്ചിട്ടാണ് ശിഖണ്ഡിയെ മുൻനിർത്തിക്കൊണ്ട് അർജുനൻ ശരം ഇത് പുറത്ത് ചാപത്തിൽ നിന്ന് തിരിഞ്ഞു നിന്നു. അങ്ങനെ പുറത്ത് ശരം നിറച്ച് അങ്ങനെ ശരശയ്യൊക്കെ ഉണ്ടായത്. ഭീഷ്മർ അങ്ങനെയാണ് പിന്നെ 59 ദിവസം കഴിഞ്ഞിട്ട് മുക്തി പ്രാപിക്കുന്നത്. അത് ഒടുക്കാണ് പറയണില്ല. ക്ഷണിക്കപ്പെട്ടൊട്ടനേകം ഭൂപരും രാജപുത്രരും ഇച്ഛാസ്വയംവരാർത്ഥം വന്നെത്തിനാർ. പൂജ്യമാനരായി മഹാതേജസ്വിയാം ഭീഷ്മര രാജകുലമാകവേ ഒറ്റത്തേർ കൊണ്ട് തോൽപ്പിച്ചു ഹരിച്ചാൻ 3 പേരെയും. അംബാംബിക അംബാലികയെ കൊണ്ടുവന്നു. ഏവരെയും വെന്നു ബാഹുവീര്യത്താൽ മഹാരഥൻ കൊണ്ടുപോന്നാർ. 3 പേരെയും ഹസ്തിനാപുരിയിൽ ദ്രുതം. അമ്മയെപ്പോൽ പെങ്ങളെപ്പോൽ മകളെപ്പോൽ കന്യമാർ 3 പേരെയും നിനച്ചത്രേ കൂട്ടിപ്പോന്നതു ഭീഷ്മരും. ഗാംഗേയൻ സത്യവതിയെ അറിയിച്ചു. ശുഭം ദിനം ചോദിച്ചു ദൈവജ്ഞരായ വൈദിക ദ്വിജരോടുടൻ.
ധർമ്മിഷ്ഠനാം അനുജനെ കൊണ്ടു വേൽപ്പിക്കുവാൻ അവൻ വിവാഹ സംഭാരം ഓരോന്നൊരുക്കിക്കൊണ്ടിരിക്കവേ ആ 3 പേരിലും വെച്ച് മൂത്തോളാം സുഭഗാംഗിയാൾ നീലക്കണ്ണാൾ ലജ്ജയൊത്ത് ഭീഷ്മരോടോതി ഇങ്ങനെ: ഗംഗാപുത്ര കുരുശ്രേഷ്ഠ ധർമ്മജ്ഞ കുലദീപമേ, സ്വയംവരത്തിൽ ഞാനുള്ളാൽ വരിച്ചേൻ സാല്വഭൂപനെ, പ്രേമാകുലം മനസ്സാലെ വരിച്ചാൻ അവൻ എന്നെയും. അതിനാൽ ഈ കുലത്തിനു ചേർന്ന മട്ടിഹ ചെയ്യുക നീ. മുമ്പേ വരിക്കപ്പെട്ടോൾ ഞാൻ, നീ ധർമ്മജ്ഞരിലും ഉത്തമൻ ബലവാനാണങ്ങ് ചെയ്യുക യഥേഷ്ടം. ജാഹ്നവി സൂതൻ എന്ന കന്നി ഉരച്ചപ്പോൾ അന്വേഷിച്ചു കുരുദ്വഹൻ അമ്മയോടും വൃദ്ധ വിപ്രന്മാരോടും മന്ത്രിമാരോടും. അവർ തൻ മതമാരാഞ്ഞു ഗംഗേയൻ ധർമ്മവിത്തമൻ. കന്യയോടോതി പോയാലും ഇഷ്ടം പോലെ വരാനനെ. ഭീഷ്മർ ചൊല്ലി അയച്ചപ്പോൾ സാല്വഗേഹമണഞ്ഞുടൻ ചൊന്നാൾ തൻ വാഞ്ചിതം സാല്വഭൂപനോടക്കുലീനയാൾ. നിന്നിൽ താൻ സക്തയാണെന്നെ കാൺകയാൽ ഭീഷ്മർ നീതിമാൻ വിട്ടയച്ചിങ്ങു പോന്നേൻ ഞാൻ സ്വീകരിക്കുക ഭൂപതേ. നിൻ ധർമ്മപത്നിയായെന്നും വാഴ്വൻ ഞാൻ നൃപസത്തമാ. ഞാൻ അങ്ങയെ പോലങ്ങൊന്നും എന്നെ മുമ്പോർത്തതില്ലയോ. സാൽവൻ: ഞാൻ കാൺകേ താൻ ഭീഷ്മർ നിന്നെ തേരിലേറ്റി വരാനെ അന്യൻ ഗ്രഹിക്കയാൽ സ്വീകരിക്കുക നിന്റെ കരത്തെ ഞാൻ. അപ്പോൾ വേണമെങ്കിൽ ആ യുദ്ധരംഗത്ത് പറയാനൊരു അവസരമുണ്ടായിരുന്നുവെങ്കിൽ അമ്പ് ആ സമയത്ത് പറഞ്ഞാൽ അമ്പയെ കൊണ്ടില്ല. ആ സാൽവൻ അപ്പോൾ വിവാഹം കഴിച്ചാൽ മതിയായിരുന്നു. സാൽവൻ അതപ്പോൾ പറയുകയാണ് വേണ്ടത്. അപ്പം അതിന് പറയാനോ ഇതിനൊന്നും സമയം ഉണ്ടായില്ല, സന്ദർഭം ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഈ അബദ്ധമൊക്കെ പറ്റിയത്. പിന്നെ ഇതെല്ലാം വിധി വിഹിതമാണ്. ഇനി കൈക്കൊള്ള ബുദ്ധിമാൻ അന്യൻ എച്ചിലാക്കിയ പെണ്ണിനെ വേൾക്കാൻ ഞാൻ ഭീഷ്മർ കൈവിട്ട നിന്നെ അമ്മയെ എന്നപ്പോൾ ഏവം സന്ധ്യക്തയായി പൊട്ടിക്കരഞ്ഞും കൊണ്ടു തന്നെയാൾ വീണ്ടും ഭീഷ്മാന്തികമണഞ്ഞേവം കണ്ണീരോടോതിനാൾ. കൈക്കൊണ്ടില്ല അങ്ങു കൈവിട്ടോരെന്നെ സാൽവൻ ഗ്രഹിക്ക നീ. സധർമ്മജ്ഞൻ നീ മരിപ്പൻ ഞാൻ അല്ലെന്നാകിൽ മഹാമതേ. ഭീഷ്മർ അന്യനിൽ സക്തയാം നിന്നെ സ്വീകരിക്കുവതെങ്ങനെ. നിന്നച്ഛനെ സമീപിക്കാവരാരോഹേ നിരാകുലം. ഭീഷ്മരേവമുരച്ചപ്പോൾ നടന്നാൾ കാട്ടിലേക്കവൾ തപസ്സു ചെയ്താൾ വിജനം പുണ്യസ്ഥലിയിൽ മാനിനി. ശേഷിച്ച 2 പേർ അംബാലിക അംബികയെ എന്നിവർ വിചിത്രവീരനാൽ വേൾക്കപ്പെട്ടാർ രൂപഗുണാഢ്യകൾ. ഊക്കേറും ആ നൃപൻ പൂമച്ചിലും പൂവനീങ്കലും നാനാവിലാസങ്ങൾ പൂണ്ടു രമിച്ചാൻ പത്നിമാരുമായി 9 ആണ്ടേവം ആനന്ദമയം. കേളികളാർന്നവൻ ഒടുക്കം രാജേക്ഷ്മാവ് പിടിപെട്ടു മരിച്ചുപോയി. ജിഹ്വോപസ്ഥ ജയം കിട്ടാത്തത് കൊണ്ട് ആ വിചിത്രവീര്യൻ മരണപ്പെട്ടു. TB പിടിച്ചിട്ട്, ക്ഷയം പിടിച്ചിട്ട് മരിച്ചു. മകൻ മരിക്കെ ദുഃഖാർത്ഥയായോരാ ദാശപുത്രിയാൾ പ്രേതകർമ്മങ്ങൾ ചെയ്യിച്ചു. മന്ത്രിമാരൊത്തു തൽക്ഷണം ഏകാന്തത്തിൽ വിളിച്ചോതി ഭീഷ്മരോടവളാർത്ഥയായി: മകനെ വാഴുക, നിന്നച്ഛൻ തൻ്റെ രാജ്യം മഹാമതേ. ഭ്രാതൃപത്നിയെ നീ സ്വീകരിച്ച് രക്ഷിക്കുകി കുലം. ഏവം കൂമ്പടയാതാട്ടെ യയാതികുലമാത്മജ. ഭീഷ്മർ അച്ഛനു വേണ്ടി ഞാൻ ചെയ്ത സത്യം അമ്മ മറന്നിതോ. രാജ്യം വാഴില്ല ഞാൻ എന്നും ചെയ്യാതാര പരിഗ്രഹം. അപ്പോൾ സത്യവതിക്ക് തന്നെ ഇത് പറയേണ്ടി വന്നു. ശന്തനുവിൻ്റെ ഗംഗയിലുണ്ടായ പുത്രനോട് കല്യാണം കഴിക്കൂ എന്ന് പറയേണ്ടി വന്നു. രാജാവാകൂ, രണ്ടും പറ്റില്ല പറഞ്ഞു. സൂതൻ ചിന്താർത്ഥയായി തീർന്നതപ്പോൾ കുലം രക്ഷിപ്പതെങ്ങനെ. നാട് അരാജകമായി പോകും, ആലസ്യം ഗുണമായി വരാ. ഗംഗേനോദിനാൻ അപ്പോൾ ഖേദിച്ചിടായക ഭാമിനി. വിചിത്രവീര ക്ഷേത്രത്തിൽ ഉൽപ്പാദിപ്പിക്ക പുത്രനെ വധുവത്ത് രമിപ്പിക്ക കുലീനൻ ഒരു വിപ്രനെ. വേദത്തിൽ വിധിയുണ്ടേവം വംശാർത്ഥം ദോഷമില്ലിതിൽ. അപ്പോൾ ഗംഗാപുത്രനായിട്ടുള്ള ഭീഷ്മർ പറഞ്ഞു, ബ്രാഹ്മണരെ കൊണ്ട് ഈ പത്നിമാരിൽ, വിചിത്രവീരൻ്റെ പത്നിമാരിൽ പുത്രോത്പാദനം നടത്തുക. അതിന് വിധിയുണ്ട്. പക്ഷേ അവിടെ ഭൂഭാരഹരണാർത്ഥമാണ് സത്യവതി ജന്മം കൊണ്ടുവന്ന കാളി. അപ്പോൾ കാളി സൂത്രം ചെയ്തു. എന്ത്? അരുതാത്തത് ചെയ്യിച്ചു. തൻ്റെ മകനെ വിളിച്ചു, വ്യാസനെ. വ്യാസൻ വന്നപ്പോൾ ഇവരിൽ പുത്രന്മാരെ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അനുജസ്ഥാനത്താണ് വരിക. അനുജൻ്റെ പുത്രിയാണ്. അപ്പോൾ അനുജൻ്റെ ഭാര്യമാരാണ്. അപ്പോൾ പുത്രിയിൽ പുത്രോത്പാദനം നടത്തിയാൽ എന്താ ഉണ്ടാവുക? നാശമാണ് വരിക. ആ നാശമാണ് ഇവിടെ സംഭവിച്ചത്. അതാണ് തമ്മിൽ പോരടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ധൃതരാഷ്ട്രരും പാണ്ഡുവാണ് ഉണ്ടായത്. അപ്പോൾ അവർ തമ്മിൽ പോരടി. ഏവം പൗത്രനെ ഉണ്ടാക്കി നാട് ഏൽപ്പിക്കൂ ശുചിസ്മിതേ. ഞാൻ നടത്തുകയും ചെയ്യാം അവൻ തന്നാജ്ഞ സർവഥ. ഭീഷ്മവാക്യം കേട്ടവളും സ്മരിച്ചാൾ വ്യാസദേവനെ. കാനീനാം സ്വസുതനെ ദ്വൈപായന മുനീന്ദ്രനെ. സ്മരിച്ച മാത്രയിൽ താൻ വന്നണഞ്ഞാനാം മുനീശ്വരൻ
ജ്വലിക്കും ബ്രഹ്മതേജസ്വത്തമ്മയെ കൈവണങ്ങിനാൻ ഭീഷ്മർ പൂജിച്ചു മാനിച്ചു. വേണ്ടപ്പോൾ ദാശപുത്രിയും പുകയില്ലാത്ത തീ പോലെ ഉജ്ജ്വലിച്ചു മുനീന്ദ്രനും. വിചിത്ര വീരക്ഷേത്രത്തിൽ ശുഭാംഗനൊരു പുത്രനെ നിൻ വീര്യത്താൽ ജനിപ്പിക്കുക എന്നോതി മുനിയോടവൾ. മാതാവ് തൻവജസാപ്തവാക്യമായി നന്ദി മാമുനി ഓം എന്നു ചൊന്നു പാർത്താൻ അങ്ങ് ഋതുകാലത്തെ ഓർത്തവൻ. അപ്പോൾ അതിന് സമയവും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് സ്ത്രീകൾ പറയണം, അപ്പോഴേ അത് ചെയ്യാൻ പാടുള്ളൂ. ഋതുസ്നാനം കഴിഞ്ഞന്ന് മുനിയെ സംഗമിച്ചുടൻ പെറ്റാൾ മഹാശക്തൻ അന്ധനൊരു പുത്രനെ അംബിക. ശ്രീ മഹാദേവി നമ. ഓം. ഇപ്പോൾ നല്ല തേജസ്സോട് കൂടിയിട്ട് ആ മകള് മകൻ്റെ സ്ഥാനത്താണല്ലോ. അപ്പോൾ മകനാണ് വ്യാസൻ. എന്തൊരു തേജസ്സാണ് ശല്യ. മകൻ്റെ ഭാര്യയിൽ പുത്രോത്പാദനം നടത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ സഹോദരൻ്റെ അനുജൻ്റെയാണ് ഭാര്യ വരിക. എന്താ പറയണത്? അമ്മ സത്യവതി പറയാണ്, വിചിത്ര വീരക്ഷേത്രത്തിൽ ശുഭാംഗനൊരു പുത്രനെ നിൻ വീര്യത്താൽ ജനിപ്പിക്കുക എന്നോതി മുനിയോടവൾ. മാതാവ് തൻ വജസാപ്തവാക്യമായി നന്ദി മാമുനി ഓം എന്നു ചൊന്നു പാർത്താൻ അങ്ങ് ഋതുകാലത്തെ ഓർത്തവൻ. ഋതുസ്നാനം കഴിഞ്ഞന്നു മുനിയെ സംഗമിച്ചുടൻ പെറ്റാൾ മഹാശക്തൻ അന്ധനൊരു പുത്രനെ അംബിക. ജന്മാന്ധനായി പൗത്രനെ കണ്ടാർത്തയാം ദാശപുത്രിയാൽ ചൊന്നാൾ അംബാലികയോടായി ഉൽപ്പാദിപ്പിക്ക പുത്രനെ. ഋതുകാലമണഞ്ഞപ്പോൾ അംബാലികയും അവിധം വ്യാസസംഘം കൊണ്ടു ഗർഭം ധരിച്ചാൾ അധരാത്രിയിൽ. പാണ്ഡുവായി തീർന്നോരവനും അനർഹനിധി കാണുകയാൽ വീണ്ടും തിടുക്കി വധുവേ വർഷാന്തത്തിൽ സുതാർത്ഥമായി വിളിച്ചർത്ഥിച്ചു. പിന്നെയും വ്യാസനാം ഋഷിയോടവൾ കിടപ്പുമുറിയിൽ ചൊല്ലിവിട്ടാൾ വധുവെ രാത്രിയിൽ പോയില്ല വധു അങ്ങോതി വിട്ടാൾ ദാസിയെ അങ്ങവൾ. ആ ദാസിങ്കലുണ്ടായി ധർമാംശം വിതുരൻ മഹാൻ. ധൃതരാഷ്ട്രാദിയാം 3 വീരന്മാരായ പുത്രരെ ജനിപ്പിച്ചാൻ വ്യാസനേവം വംശ സംരക്ഷണാർത്ഥമായി. ഏവം ശന്തനുവിൻ വംശചരിത്രം സർവമോദിനേൻ. ഭ്രാതൃധർമ്മത്തെ അറിയും വ്യാസൻ രക്ഷിച്ചിതാക്കുലം. ശുഖനിർഗമം എന്ന 20-ാം അധ്യായം സമാപ്തം. 1-ാം സ്കന്ധ സമാപ്തം. സർവത്ര ശ്രീമദ്ദേവി നാമസങ്കീർത്തന. ശ്രീ മഹാദേവ്യൈ നമ. 1183 ശ്ലോകം 20 അധ്യായങ്ങളെ കൊണ്ട് പറഞ്ഞു. അങ്ങനെ 1-ാമത്തെ സ്കന്ധം സമാപിച്ചു. ഇനി 2-ാമത്തെ സ്കന്ധം തുടങ്ങുകയാണ്. നമുക്ക് നാളത്തേത് പറയാം. ഇനി ഇവിടുന്ന് അങ്ങോട്ടും ഭാരത കഥകൾ തന്നെയാണ്. അതിൽ ഉപരിചരൻ്റെ ഒരു കഥ പറയണു ആദ്യം. പിന്നെ തുടർന്ന് അങ്ങോട്ട് ഭാരത കഥകൾ വീണ്ടും പറയാം. നമുക്കത് കേൾക്കാം. ശ്രീ ഗുരുവായൂരപ്പ ശിവനാരായണ.